ഹേ ഗൈസ്, ഓണമൊക്കെ വരുമല്ലേ? അപ്പം നമുക്കൊരു ഓണം ലുക്ക് നോക്കിയാലോ? ഈ ഒരു സ്കേർട്ട് കണ്ടോ? ഈ ഒരു ഒറ്റ സ്കേർട്ട് വെച്ചിട്ട് 4 ട്രഡീഷണൽ സ്റ്റൈൽസ് ആണ് കേട്ടോ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള 4 ഒക്കേഷൻസിൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാം കേട്ടോ. ഇത് ഞാൻ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്ത സ്കേർട്ടാണ്. ഫസ്റ്റ് വൺ ഈ ഒരു ധാവണിയാണ് കേട്ടോ. ഇതിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ധാവണിയാണ്. ആക്ച്വലി എൻ്റെ കയ്യിൽ ഒരു കോഫി ബ്രൗൺ കളർ ബ്ലൗസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ സെയിം കളറിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഷോള് വാങ്ങി കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. സ്കേർട്ടിൻ്റെ സൈഡിൽ ഇതാ ഇതുപോലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓണം, വിഷു ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ധാവണിയായിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ആക്ച്വലി ഞാൻ ഡ്രസ്സിൽ ഫോക്കസ് ചെയ്ത കാരണം ഒരു തട്ടിക്കൂട്ട് മേക്കപ്പ് ഒക്കെയാണ് കേട്ടോ ഇട്ടത്. കയ്യിൽ വള പോലും ഇടാൻ മറന്നുപോയി. നെക്സ്റ്റ് ഞാൻ ആ സ്കേർട്ടിൻ്റെ ഒപ്പം ഒരു ബ്ലൗസ് പെയർ ചെയ്തിട്ടുണ്ട്. ഒരു മറൂൺ കളർ ബ്ലൗസ് ആണ് കേട്ടോ. ഇത് ഞാൻ മീഷോയിൽ നിന്ന് എടുത്ത ബ്ലൗസ് ആണ്. ഈ ഒരു സ്കേർട്ടിൻ്റെ ഒപ്പം ഈ ബ്ലൗസ് നന്നായിട്ട് മാച്ചായി പോകുന്നുണ്ടായിരുന്നേ. അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് പിടിക്കാം കേട്ടോ. ഇതൊക്കെ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഒരു ഹെവി ലുക്കാണ് കേട്ടോ. അത്യാവശ്യം ഹെവി ആയിട്ട് വർക്ക് ചെയ്ത ഇതേപോലത്തെ ഒരു ബ്ലൗസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം സെയിം കളർ ഇതുപോലെ ഒരു ഷോളും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും മാരേജ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട് അതിനൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാം കേട്ടോ. അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ. എൻ്റെ ഇപ്പോഴത്തെ ഒരു തട്ടിക്കൂട്ട് മേക്കപ്പ് ആയിരുന്നേ. ഈ ഒരു ലുക്ക് നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഇത് ഞാൻ എൻ്റെ മാരേജിന് സെറ്റ് സാരിക്കൊപ്പം പെയർ ചെയ്ത ബ്ലൗസ് ആണ്. എൻ്റെ കയ്യിലുള്ള ബ്ലൗസ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ സ്റ്റൈൽ ചെയ്ത് കാണിച്ചു തന്നത്. ഇതേപോലൊരു സ്കേർട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഫോർത്ത് ലുക്ക്. എൻ്റെ കയ്യിൽ ഒരു സാരിയുടെ ലൈറ്റ് ഗ്രീൻ ബ്ലൗസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം ഞാൻ സെയിം കളർ ഒരു ഷോളും കൂടി വാങ്ങി പെയർ ചെയ്തതാണ് കേട്ടോ. ഇതിൻ്റെ ലേസ് വർക്ക് വരുന്നത് ഒരു കോപ്പർ ഷെയ്ഡാണ് കേട്ടോ. വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണാനില്ല, പക്ഷെ നല്ലൊരു കോപ്പർ ഷെയ്ഡാണ്. അതുകൊണ്ടൊരു ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ ഇത്. ഓണം, വിഷു, ഫോട്ടോഷൂട്ട് പിന്നെ അമ്പലത്തിൽ പോകാനൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാം കേട്ടോ. ഈ ഒരു സ്കേർട്ടിൻ്റെ ഒപ്പം എല്ലാ കളർ ബ്ലൗസും മാച്ച് ആകുമേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.